അതിദാരുണമായ ഒരു കൊലപാതകമാണ് ഇന്നലെ അർദ്ധരാത്രി തിരുവനന്തപുരം കല്ലിയൂരിൽ നടന്നത്. നമുക്കൊരിക്കലും പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ ഞെട്ടലുണ്ടാക്കുന്ന, അത്രത്തോളം ദുഃഖമുണ്ടാക്കുന്ന ഒരു വാർത്ത. മകൻ അമ്മയെ കഴുത്തറുത്ത് കൊല്ലുന്ന അതിദാരുണമായ ഒരു സാഹചര്യം ഇന്നലെ തിരുവനന്തപുരം കല്ലിയൂരിൽ ഉണ്ടായി. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കൊലപാതകം നടന്ന സ്ഥലത്താണ്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വീട്ടിലാണ് ഇന്നലെ രാത്രി 11:30 കൊലപാതകം നടന്നത്. ഈ മദ്യപാനം വിലക്കിയതിനെ തുടർന്നുണ്ടായ പ്രകോപനമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഈ അമ്മയും മകനും മാത്രമാണ് ഇന്നലെ ഈ വീട്ടിലുണ്ടായിരുന്നത്. ഇന്നലെ എല്ലാ ദിവസത്തെയും പോലെ ഇന്നലെ മദ്യപിച്ചിരുന്നു. ആദ്യം ഒരു കുപ്പി മുഴുവൻ മദ്യപിച്ച ശേഷം വീണ്ടും മദ്യപിക്കാൻ മുതിർന്നപ്പോൾ അമ്മ വിലക്കി. അതിലെ പ്രകോപനമാണ് അമ്മയെ ക്രൂരമായി കൊലപ്പെടുത്താൻ ഈ മകൻ തുനിഞ്ഞത്. ആദ്യം ഈ അവിടെ വീട്ടിലുണ്ടായിരുന്ന കറിക്കത്തി ഉപയോഗിച്ച് വയറ്റിൽ കുത്തുകയായിരുന്നു. തുടർന്ന് ഈ കാലിലെയും കഴുത്തിലെയും ഒപ്പം 2 കാലിലെയും കൈകളിലെയും ഞരമ്പ് അറുത്തു. പിന്നീട് ഈ നമ്മളെ ദൃശ്യങ്ങളിൽ കാണുന്ന വീടിന് മുറ്റത്തൊരു കിണറുണ്ട്. ആ കിണറിന് സമീപത്ത് വെച്ച് അമ്മയുടെ കഴുത്തറുത്ത് കൊല്ലുകയായിരുന്നു. അത്തരത്തിൽ ദാരുണമായ ക്രൂരമായ കൊലപാതകമാണ് ഈ നടന്നിട്ടുള്ളത്. ഈ പ്രതി കുറേ നാളുകളായി മദ്യത്തിന് അടിമയാണ് എന്നതാണ് നാട്ടുകാരടക്കം പറയുന്നത്. അതാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണവും. ഈ കൊലപാതക ശേഷവും ഈ പ്രതി ഈ മദ്യം ഉപയോഗിച്ച് ഈ മൃതദേഹം കത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തി. ഒപ്പം നാട്ടുകാരൊക്കെ തന്നെ ഓടിക്കൂടിയെങ്കിലും നാട്ടുകാർക്ക് എതിരെയും വലിയ പ്രതിഷേധം, പ്രകോപനമുണ്ടായി. കയ്യിലുണ്ടായിരുന്ന മദ്യക്കുപ്പികളൊക്കെ തന്നെ നാട്ടുകാർക്ക് നേരെ വലിച്ചെറിയുകയാണ് ഈ പ്രതി ചെയ്തത്. പിന്നീട് നിയമം പോലീസ് എത്തിയാണ് പ്രതിയെ കീഴ്പ്പെടുത്തി കസ്റ്റഡിയിലെടുത്തത്. നിലവിൽ നിയമം പോലീസിന്റെ കസ്റ്റഡിയിലാണ് പ്രതി ഉള്ളത്. ഈ പ്രതിയെ ഇന്ന് വിശദമായി ചോദ്യം ചെയ്യും. അല്പസമയത്തിനകം ഇതിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ ഉൾപ്പെടെ നടക്കുമെന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എപ്പോഴായിരുന്നു ഈ സംഭവം? അത് ഇന്നലെ രാത്രി 11 മണി കഴിഞ്ഞെന്നാണ്. ഈ മദ്യപാനം വിലക്കിയതാണോ ഇതിന്റെ കാരണം? എന്താ വ്യക്തമായിട്ടുള്ള ഒന്നും അറിഞ്ഞില്ല. നമ്മളിപ്പോൾ അറിഞ്ഞത് ഇങ്ങനെ വന്നത് ഇല്ല, ഞങ്ങളിപ്പോൾ പത്രത്തിൽ കണ്ട് അറിഞ്ഞത്. ഞാൻ വന്നത് രാത്രി 11 മണിക്കാണ് അറിയാൻ സാധിച്ചത്.